ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ലിറ്റിൽ മില്ലറ്റ്സ് എന്നറിയപ്പെടുന്ന ചാമ റൈസ് വെച്ചിട്ടുള്ള ഈസി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചാമ റൈസ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ചാമ റൈസ്. വളരെയധികം ഗുണങ്ങളുള്ള ഈ ചാമ റൈസ് കഴിക്കുന്നത് നമുക്കെല്ലാവർക്കും ഹെൽത്തിന് വളരെ നല്ലതാണ്. ഞാൻ ആ റൈസ് നന്നായി ക്ലീൻ ചെയ്ത് ഒരു അരമണിക്കൂർ കുതിർക്കാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കുക്കർ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 4 കഷ്ണം വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇനി 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള കനം കുറച്ച് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വന്നപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ തക്കാളിയും നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അര ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യോ എണ്ണയോ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇനി എണ്ണയും നെയ്യോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല. ഇനി 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മില്ലറ്റ്സ് കഴിക്കുന്നത് ഷുഗർ പേഷ്യൻസിനും കൊളസ്ട്രോൾ പേഷ്യൻസിനും ഒക്കെ വളരെ നല്ലതാണ്. ഇനി ഇതൊന്നും ഇല്ലാത്തവർക്ക് കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഇതൊന്നും വരാതിരിക്കാനായിട്ട് സഹായിക്കും. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരേപോലെ നല്ലതാണ് മില്ലറ്റ്സ് എല്ലാം കഴിക്കുന്നത്. ഇനി അതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ ഒരു പൊടിക്ക് ഉപ്പ് കൂടി നിൽക്കണം, എന്നാലേ ഉള്ളൂ നമ്മുടെ റൈസിലേക്ക് ഉപ്പ് പാകത്തിനാവുള്ളൂ. മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. പച്ചമുളക് 2 ചേർത്തിട്ടുണ്ട് എരിവുള്ള കാരണം. പിന്നീട് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരുന്ന ചാമ റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് ലോ ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നിടം വരെയാണ് ഞാൻ കുക്ക് ചെയ്തത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുക്കർ അനുസരിച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. ഇതായിപ്പോൾ 4 വിസിൽ വന്ന് അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷർ പോയപ്പോൾ നമ്മളുടെ ചാമ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഞാനിതിപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കറിയൊന്നും ആവശ്യമില്ല. ഇതിനകത്ത് എല്ലാ വെജിറ്റബിൾസ് എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചാമ വെജ് ബിരിയാണിയാണിത്.
എല്ലാവർക്കും ഇഷ്ടമാകും. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തിയുമായിട്ടുള്ള ചാമ വെജ് ബിരിയാണി ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരേപോലെ പ്രയോജനം ചെയ്യുന്ന ഒരു ഹെൽത്തി ഫുഡാണിത്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഇഷ്ടമാകും. വീണ്ടും നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.